സുന്ദരമായ മലനിരകളാലും വശ്യമായി ഒഴുകുന്ന നീരരുവികളാലും സമൃദ്ധമാണ് പശ്ചിമഘട്ടം. എന്നാൽ 2024 ജൂലൈ മാസാവസാനത്ത് പെയ്ത ശാന്തമായ മഴ പിന്നീട് കനത്തു. 4 ഗ്രാമങ്ങളെയും നിരവധി മനുഷ്യരുടെയും ജീവനെടുത്ത ഉരുൾപൊട്ടലായി അത് മാറി. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് ISM ഈലാഫിൻ്റെ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തകർ കുതിച്ചു. ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സേവന പ്രവർത്തനങ്ങൾക്കാണ് വയനാട്ടിലെ ദുരന്തഭൂമി സാക്ഷ്യം വഹിച്ചത്. ഈലാഫ് എന്ന ISM സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ ടീം എണ്ണയിട്ട യന്ത്രം പോലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. രക്ഷാപ്രവർത്തനത്തോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഈലാഫ് ഇടപെടലുകളുണ്ടായി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് അവിടേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ കൃത്യമായി ലിസ്റ്റ് ചെയ്ത് ഓരോ ജില്ലാ സമിതികളിലേക്കും അറിയിപ്പ് കൊടുത്തു. ദ്രുതഗതിയിൽ വയനാട്ടിലെ മേപ്പാടിയിലുള്ള സലഫി മസ്ജിദിലെ ഈലാഫ് കളക്ഷൻ സെൻ്ററിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ള സാധനങ്ങൾ എത്തി. ഇങ്ങനെ ലഭിച്ച സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം എന്നിവ ദുരിതാശ്വാസ ക്യാമ്പുകളിലില്ലാത്ത ബന്ധുവീടുകളിൽ അഭയം തേടിയ ദുരിത ബാധിതർക്കും വേഗത്തിൽ എത്തിക്കുകയുണ്ടായി. ഉയിരറ്റുപോയ ശരീരങ്ങൾ സംസ്കരിക്കലും ദുരന്തഭൂമിയിലെ ശ്രമകരമായ ദൗത്യമായിരുന്നു. മേപ്പാടി ജുമാ മസ്ജിദിൽ മയ്യത്ത് കുളിപ്പിക്കാനും ഖബർസ്ഥാനിൽ ഖബർ ഒരുക്കുവാനും ഈലാഫ് യുവത മുന്നിലുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ തെരച്ചിലിലും ഈലാഫിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. 300ഓളം ഈലാഫ് വളണ്ടിയർമാരാണ് ജനകീയ തെരച്ചിലിൽ പങ്കാളികളായത്. അപ്രതീക്ഷിതമായ ഈ അത്യാഹിതത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയവരുടെ മനോനില താളം തെറ്റാതെ നോക്കലും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഒരായുസ് മുഴുവൻ കണ്ണുകൾ പൊട്ടിയൊഴുകാൻ ശേഷിയുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായി ഈലാഫ് കൗൺസിലിംഗ് സേവനം ഓഫ്ലൈനായും ഓൺലൈനായും നടന്നു വരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നിറങ്ങിയ വീട് നഷ്ടപ്പെട്ടവർക്ക് താത്കാലികമായി താമസിക്കാൻ വാടക വീടുകൾ സംഘടിപ്പിക്കൽ കൂടി ഈലാഫ് ദൗത്യങ്ങളിലൊന്നാണ്. ഇതിൻ്റെ വാടകയും അവിടേക്ക് ആവശ്യമായ ഫർണിച്ചർ അടക്കമുള്ള മുഴുവൻ വീട്ടുപകരണങ്ങളുടെയും ചെലവും ISM വഹിച്ചു. ISM 100 വീടുകൾക്ക് പൂർണ്ണമായും വീട്ടുപകരണങ്ങൾ എത്തിക്കാനും ഭാഗികമായി 40 വീടുകൾക്ക് വീട്ടുപകരണങ്ങൾ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ. 50 വീടുകൾ നിർമ്മിച്ചു നൽകൽ ഉൾപ്പെടെ വിപുലമായ പുനരധിവാസ പദ്ധതികളാണ് മാതൃസംഘടനയായ KNM പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വയം തൊഴിൽ പദ്ധതി, കടകളുടെ നവീകരണം, തൊഴിലുപകരണങ്ങൾ, കുടിവെള്ള പദ്ധതി, ഉന്നത വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ എന്നിവയെല്ലാം KNM പുനരധിവാസ പദ്ധതിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് യുവജന വിഭാഗം എന്ന നിലയിൽ ISM ഈലാഫിൻ്റെ എല്ലാ തരത്തിലുമുള്ള വിഭവശേഷിയും ഉറപ്പുവരുത്തും. ഇൻഷാ അല്ലാ. കാരുണ്യവാനായ റബ്ബേ, നിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുള്ള ഞങ്ങളുടെ ഈ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ലോകമാന്യത കടന്നു വരാതെ നീ ഞങ്ങളെ കാത്തോളണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.